ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF നിലനിർത്തുമെന്ന് സിറ്റിംഗ് MP-യും ഇടത് സ്ഥാനാർത്ഥിയുമായ AM ആരിഫ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയാൽ അത് BJP-യെ സഹായിക്കാനാണെന്ന് പറയേണ്ടി വരുമെന്നും AM ആരിഫ് 24-നോട് പറഞ്ഞു. മണ്ഡലത്തിലെ ആകെയുള്ള ഭരണവിരുദ്ധ വികാരം പെൻഷൻ കുടിശ്ശിക നൽകാൻ കഴിയാത്തതാണ്. പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാത്തതുകൊണ്ടാണെന്നും AM ആരിഫ് പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം മണ്ഡലത്തിൽ സജീവമാകുകയാണ് LDF സ്ഥാനാർത്ഥി AM ആരിഫ്. ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ തവണ 19-1 ഒരു കനലെന്ന രീതിയിലായിരുന്നു ആലപ്പുഴയിൽ തിളങ്ങി നിന്നത്. ഇത്തവണ ഈ ആദ്യ ദിവസങ്ങളിലെ പ്രചരണങ്ങളിൽ ജനങ്ങളിൽ നിന്ന് എന്ത് തോന്നുന്നു? പൊതുവേ നല്ല പ്രതികരണമാണ്. നല്ല പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവർ പോലും സ്ഥാനാർത്ഥി എന്നെ പ്രഖ്യാപിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം വിളികൾ വരുന്നു, മെസ്സേജുകൾ വരുന്നു, അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ എല്ലാവരും നല്ലൊരു പ്രതികരണമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോൾ തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയില്ല. അത് ഇപ്പോൾ ആകെ കൂടി ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രേരിപ്പിക്കപ്പെടുന്നതായി കരുതുന്ന കാര്യങ്ങൾ ഒന്ന് പെൻഷൻ്റെ പ്രശ്നമാണ്. 600 രൂപ വരുന്ന പെൻഷൻ 1600 ആക്കിയവരാണ് എന്നുള്ളത് കൊണ്ട് പെൻഷൻ കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരല്ലാന്ന് എല്ലാവർക്കും അറിയാം. കൂട്ടാനും 2000 ആക്കിയെങ്കിലും ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണെന്നും വ്യക്തമായി ആളുകൾക്കറിയാം. അപ്പോൾ തന്നെ ഈ AM ആരിഫ് നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി, ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. അതിന് AICC സംഘടനാകാര്യ ചുമതലയുള്ള KC വേണുഗോപാൽ തന്നെ മത്സരിക്കുന്ന ഒരു വികാരം പ്രവർത്തകർക്കിടയിലുണ്ട്. അദ്ദേഹം നിലവിൽ രാജ്യസഭ MP കൂടിയാണ്. കഴിഞ്ഞ തവണ ഈ വികാരം ഉണ്ടായിരുന്നു. ഇതാദ്യമല്ലല്ലോ. അത് സിറ്റിംഗ് MP ആയിരുന്നു. അദ്ദേഹം വന്നു എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഗൗരിയമ്മയായിട്ടല്ലേ ആദ്യം മത്സരിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ ശക്തിയായ നേതാവ് ഗൗരിയമ്മയാണ്. അതിനേക്കാൾ വലിയ നേതാവ് വേറെ ആരുമില്ല. അപ്പോൾ അതൊന്നൊരു വിഷയമല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു കോൺഗ്രസിൻ്റെ സമരാഗ്നി. അത് LDF-നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ഈ സമരാഗ്നി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉണ്ടായി. അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായി. അത് LDF-നെ സഹായിച്ചോ അല്ലെങ്കിൽ LDF-നെ ഏതെങ്കിലും രീതിയിൽ അത് അത് സത്യത്തിൽ LDF-നെ സഹായിച്ചിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സമരാഗ്നി ജാഥ ഒരു രാഷ്ട്രീയമായ എതിരാളികൾ നടത്തുമ്പോൾ അത് സത്യത്തിൽ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതികൂലമായി ബാധിക്കാവുന്ന പ്രചരണങ്ങൾ അഴിച്ചുവിടാവുന്നതായിരുന്നു. പക്ഷേ ആ പ്രചരണങ്ങൾ എല്ലാം അപ്രസക്തമാകുകയും അതിനകത്തെ പടലമിണക്കങ്ങളും ഒരു ഏകോപനവുമില്ലാതെ ഒരു ഐക്യവുമില്ലാത്ത ഒരു മുന്നണിയാണ് തങ്ങളുടേതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടേതെന്നും വിളിച്ചു പറയുന്ന രൂപത്തിലേക്ക് പോയി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ അവരുടെ ജാഥ ഫലത്തിൽ LDF-ന് വലിയ മൈലേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.